കാത്തിരിക്കുന്നത് നിങ്ങൾ ഇന്ന് നിർത്തിയാണ്ടല്ലോ, നിങ്ങളെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പേഴ്സണായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ലിസൺ കെയർഫുള്ളി. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളടക്കമുള്ള ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. രഹസ്യമായിട്ട് എന്തിനേക്കോ കാത്തിരിക്കുക, രക്ഷിക്കാൻ ആൾ വരും, അല്ലെങ്കിൽ മോട്ടിവേഷൻ തരാൻ ആൾ വരും, നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാൾ വരും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ എത്ര കാത്തിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ലൈഫ് വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള സത്യം എന്താണെന്ന് വെച്ചാൽ, ആരും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരില്ല. ഫ്രണ്ട്സോ, ഭാഗ്യമോ, പെർഫെക്റ്റ് മൊമെൻറ്റോ, മിറാക്കിൾസോ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ആദ്യമൊക്കെ നിങ്ങൾക്കിത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സ്കെയറി ആയിട്ട് തോന്നുമെങ്കിലും ഇവിടെയാണ് ട്വിസ്റ്റ്. ഇതൊരു ബാഡ് ന്യൂസ് അല്ല, ഇതൊരു പവറാണ്. നിങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള പവർ. എപ്പം മുതലാണോ നിങ്ങൾ വെയിറ്റിംഗ് നിർത്തുന്നത്, അപ്പം മുതൽ നിങ്ങൾ ലിമിറ്റേഷൻസിനെ മറികടന്നൊരു ഡേഞ്ചറസ് പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആര് നിങ്ങളെ രക്ഷിക്കും എന്നുള്ള ചോദ്യം നിർത്തിയിട്ട് ഐ വിൽ ഹെൽപ്പ് മൈസെൽഫ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. ചരിത്രത്തിൽ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒറ്റയ്ക്ക് റെസ്ക്യൂ ചെയ്ത് വന്ന ആൾക്കാരെ. ഒരാൾ കൈപിടിച്ച് ഉയർത്തിയവരല്ല, ഒറ്റയ്ക്ക് തൻ്റെ വഴിവെട്ടി വന്ന ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അവർ ഒറ്റയ്ക്കുണ്ടാക്കിയതാണ്, ക്വയറ്റ്ലി, ഇംപെർഫെക്റ്റ്ലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ടാക്കിയതാണ്. അവർക്ക് അഭിനന്ദനങ്ങളില്ലായിരുന്നു, അപ്രിസിയേഷൻസ് ഇല്ലായിരുന്നു, ഗ്യാരണ്ടീസ് ഇല്ലായിരുന്നു. അവർ ഒറ്റയ്ക്ക് ജസ്റ്റ് കമ്മിറ്റ്മെൻറ്റിന് മാത്രം വിജയിച്ചു വന്നവരാണ്. ആൻഡ് ദാറ്റ്സ് ഹൗ ദ റിയൽ സ്ട്രെങ്ത് ഈസ് ബോൺ. നിങ്ങൾക്കൊരു ഹീറോ വേണ്ട, ബിക്കോസ് യു ആർ ദ റിയൽ ഹീറോ. ഏതെങ്കിലും ഒരു ദിവസമോ ഏതെങ്കിലും ഒരു സക്സസിലോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വരുന്ന സമയത്തോ അല്ല. നൗ ദ റൈറ്റ് മൊമെന്റ് ഇസ് നൗ. ഈ സമയം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് ഹെവി ആയിട്ട് തോന്നും, പ്രോഗ്രഷൻസ് ഇല്ലാത്ത പോലെ തോന്നും, പ്രോഗ്രഷൻസ് സ്ലോ ആവുന്ന പോലെ തോന്നും, ആരും സഹായിക്കാത്ത പോലെ തോന്നും, ഒറ്റക്കായ പോലെ തോന്നും. ഇറ്റ്സ് വെരി ഗുഡ്. ദാറ്റ് മീൻസ് യു ആർ ഇൻ ദ ട്രെയിനിങ് ഗ്രൗണ്ട് ആൻഡ് ദ സ്ട്രോങ്ങസ്റ്റ് പീപ്പിൾ ആർ ബിൽഡ് ദർ. സേവ് ചെയ്യാൻ ആൾ വരുന്നുള്ള വിശ്വാസം നിർത്തിയിട്ട് ഞാനാണ് എന്നെ സേവ് ചെയ്യേണ്ടത്, ഞാനാണ് എൻ്റെ പവർ, ഞാനാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കി ഒറ്റയ്ക്ക് ഇപ്പം മുതൽ ഡിസൈഡ് ചെയ്യുക, ഇനി മുതൽ ഞാൻ റേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബിക്കോസ് ദ ഡേ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് ദ ഡേ യുവർ ലൈഫ് സ്റ്റാർട്ട്സ് ചേഞ്ചിങ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു തീരുമാനമായിരിക്കും നിങ്ങളെ ഏറ്റവും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് എന്നുള്ളതാണ്. സോ കീപ് ഗോയിങ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്.